പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാൻ ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 1 to 3. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആമേൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. മതി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ കർത്താവ് സഹായിച്ചു. അഭിഷേകത്തോടെ ആരാധന നയിപ്പാൻ പ്രിയ കർത്താവ് ബ്രദറിനെ അവിടുന്ന് സഹായിച്ചു. സംഗീതത്തിന് ശുശ്രൂഷിപ്പാൻ പ്രിയ മകനെ അവിടുന്ന് ബലപ്പെടുത്തി. കർത്താവ് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ ഞങ്ങളുടെ ജനത്തെ ബലപ്പെടുത്തി. കർത്താവെ, ഇന്ന് പകൽക്കാലം കടന്നു എല്ലാ മക്കൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ അല്പസമയം തിരുവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം കൂടി ഇരിക്കണം. അത്ഭുതം പ്രവർത്തിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്. ഹല്ലേലൂയ. വളരെ ഹല്ലേലൂയ പ്രയാസങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എക്കണോമിക് ക്രാഷ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, പ്രിയമുള്ളവരെ, തിരുവചനം പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. വളരെ ചിന്താകലങ്ങളോടെയാണ് പലരും ഇവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാളെ എന്തായിത്തീരും, ഭാവി എന്തായിത്തീരും എന്നുള്ളത് പല കാര്യങ്ങളിൽ ഹല്ലേലൂയ, ഓ പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തിരുവചനത്തിൽ കർത്താവ് പറയാണ്, നിങ്ങളെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിനൊരു കാരണം ഉണ്ടെന്നറിയാമോ? ബിലീവ് ഇൻ ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. എൻ്റെ നീതിമാൻ കാഴ്ചയാലല്ല ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും ഹല്ലേലൂയ ചില ആഴ്ചകളിൽ ദൈവം എനിക്ക് തരുന്ന സമയത്തിനുള്ളിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹെവൻ എന്നൊരു വിഷയത്തെപ്പറ്റി, സ്വർഗം എന്നൊരു വിഷയത്തെപ്പറ്റി ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കർത്താവ് പറയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എന്തുണ്ട്? അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചു കേട്ടത്. പ്രീസ്, നമ്മളെല്ലാവരും പോകാനിരിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. ഹല്ലേലൂയ ആണല്ലോ. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് അവർ അൾട്ടിമേറ്റ് ഹോം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നമുക്ക് മനോഹരമായ ഭവനങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നമുക്ക് മനോഹരമായതെല്ലാം ഉണ്ട്. എന്നാൽ അൾട്ടിമേറ്റ്ലി വി ആർ ഗോയിങ് ടു ലിവ് വിത്ത് ദ ലോർഡ് ഫോർ എവർ. പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ സ്വർഗത്തിൽ ദൈവമായിട്ട് നമ്മൾ കോടാനുകോടി വർഷങ്ങൾ, എൻഡ്ലെസ് ടൈം, എണ്ണിക്കൂടാത്ത വർഷങ്ങൾ നമ്മൾ കർത്താവിനുമായിട്ട് സ്വർഗത്തിൽ പാർക്കേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടതയുള്ളത് എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെപ്പറ്റി അധികം നാൾ ഇവിടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ കോശി പാസ്റ്റർ ഓർപ്പിച്ച്, പ്രിയ മാതാവിന് 100 വർഷം ദൈവം ആയുസ് കൊടുത്തൊന്ന് കേൾക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 100 വർഷം ആയുസ് കൊടുത്തെങ്കിലും അതിൻ്റെയും ഒരു എൻഡുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അവസാനം മരണമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, കർത്താവ് പറയാണ്, നിങ്ങൾ പോകാനിരിക്കുന്ന രാജ്യത്തെപ്പറ്റി, പോകാൻ പോകുന്ന ഭവനത്തെപ്പറ്റി നിങ്ങൾക്ക് ചില ഐഡിയാസ് വേണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ആർ യു ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ഹെവൻ? സ്വർഗത്തിനായിട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നവരാണോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാനുള്ളത്, ഈ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആ സ്വർഗരാജ്യത്തിൽ നമ്മൾ ഫിറ്റാകുമോ എന്ന്, ഹല്ലേലൂയ, ആ സ്വർഗരാജ്യത്തിൽ ഫിറ്റാകുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഹല്ലേലൂയ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഈ സ്വർഗത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ട് ഹല്ലേലൂയ ഈ കർത്താവിൻ്റെ പുറകെ തിരിഞ്ഞത്. ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നിനക്ക് നന്മ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ കർത്താവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചത്. പ്രൈസ് ദി ലോർഡ്. നിത്യതയെ ഓർത്താണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ എന്തെങ്കിലും ഇല്ലാതെ വരുമ്പം സങ്കടമില്ല. കാര്യം അതുകൊണ്ടല്ല ഇറങ്ങിയത്.
ജോൺ എഫ് കെന്നഡിയുടെ മാതാവിനോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ മകൻ മരിച്ചപ്പോൾ, അമേരിക്കൻ പ്രസിഡന്റ് വെടിയേറ്റ് മരിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കരഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ പ്രസിഡന്റ് ആയപ്പോൾ ഞാൻ ചിരിച്ചിട്ടില്ല. സോ ഐ ഡോണ്ട് ക്രൈ വെൻ ഹി ഡൈസ്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്നറിയാമോ, ഈ ലോകത്തിൽ നമ്മൾ നന്മകൾ ലഭിക്കുമ്പോൾ നമ്മൾ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, സന്തോഷിക്കുന്നവരാണ്. എന്നാൽ അതിനപ്പുറം ഒരു നിത്യതയുണ്ട്. ഹല്ലേലൂയ. ആ സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടിയാണ് നമ്മുടെ യാത്ര. പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിൽ ഹല്ലേലൂയ എന്തെല്ലാം നമുക്ക് ലഭിച്ചെന്ന് പറഞ്ഞാലും നിത്യത നഷ്ടമായാൽ നമുക്കൊരു പ്രയോജനമില്ല. കാര്യം നിത്യത എന്ന് പറഞ്ഞാൽ, സ്വർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ എന്തുവാണ്? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമാണ്. ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഇന്ന് പകൽക്കാലം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ചില ആഴ്ചകളിൽ ഹല്ലേലൂയ ദൈവം എനിക്ക് അവസരങ്ങൾ തരുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അതിനെ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ഹല്ലേലൂയ? വാട്ട് ഈസ് ഹെവൻ? ഇവിടെ കർത്താവ് പറയാണ്, കർത്താവ് ഒരു ഭവനത്തോടാണ് പറയുന്നത്. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. There are mansions, hallelujah, hallelujah, in my father's kingdom, hallelujah. ആ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ചിലർ പറയാം, ഒരു ജോലി കിട്ടിയിട്ട് ഇപ്പോൾ ഹല്ലേലൂയ കുറേ കാര്യങ്ങൾ ചെയ്യാനിരിക്കണോ പാസ്റ്റർ, സ്വർഗത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം നല്ലതാണ്. ഈ ഭൂമിയിൽ നമ്മളെല്ലാം നന്മകളെല്ലാം അനുഭവിക്കണം, അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാൽ അതിനപ്പുറമുള്ള ഒരു നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ when we study about heaven, heaven is a real place. ഹല്ലേലൂയ. ഹെവൻ, സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി സ്ഥലമല്ല. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന ഒരു സാങ്കല്പികമായ രാജ്യമല്ല സ്വർഗരാജ്യം. ഹല്ലേലൂയ. ബൈബിൾ അങ്ങനല്ല പറയുന്നത്. ബൈബിൾ പറയുന്നത് ഹെവൻ ഈസ് എ റിയൽ പ്ലേസ്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വാക്യങ്ങളിൽ പൗലോസ് പറയാണ്, ഹല്ലേലൂയ, ഹി ഹാസ് ആൻ എക്സ്പീരിയൻസ് അബൌട്ട് ഹെവൻ. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. I was captured into the third heaven. ഹല്ലേലൂയ. ബൈബിൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് 3 സ്വർഗങ്ങളുണ്ട്. ഹല്ലേലൂയ. അഥവാ 3 ഹല്ലേലൂയ സ്കൈസ്, 3 ഹെവൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ഭാഷയിൽ ഹല്ലേലൂയ സ്വർഗത്തിന് പറഞ്ഞിരിക്കുന്നത് ഷമായിം എന്നാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ പറയുന്നത് അവൻ ആകാശങ്ങളെ സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ഹല്ലേലൂയ. ഹി ക്രിയേറ്റഡ് ഷമായിം. ഹല്ലേലൂയ. പ്ലൂറലാണ്. അവർ സ്വർഗങ്ങളെയാണ് സൃഷ്ടിച്ചത്. പൗലോസ് പറയാണ് 3 സ്വർഗങ്ങളുണ്ട്. 1-ാമത്തെ സ്വർഗം നമ്മൾ കാണുന്ന അന്തരീക്ഷം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. 2-ാമത്തെ സ്വർഗം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള നക്ഷത്രങ്ങൾ പാർക്കുന്ന, ഗാലക്സികൾ പാർക്കുന്നതായിട്ടുള്ള സെക്കൻഡ് ഹെവൻ. 3-ാമത്തെ സ്വർഗമെന്ന് പറഞ്ഞാൽ ദൈവം പാർക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. ദാറ്റ് ഈസ് എ റിയൽ ഹെവൻ. ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഇൻ ദ ഡേ ടൈം യു സീ ദ ഫസ്റ്റ് ഹെവൻ. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ പകലാണ്. ഈ പകൽ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നതാണ് 1-ാമത്തെ സ്വർഗം. പ്രൈസ് ആകാശം അങ്ങോട്ട് നോക്കിയാട്ടെ. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ദിസ് ഈസ് ദ ഫസ്റ്റ് ഹെവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2-ാമത്തെ സ്വർഗം കാണണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു സീ ദ സെക്കൻഡ് ഹെവൻ, look at night. ഹല്ലേലൂയ. രാത്രിയിൽ നോക്കുമ്പോൾ നമുക്ക് 2-ാമത്തെ സ്വർഗം കാണാം. പ്രൈസ് ദി ലോർഡ്. ബ്രാംപ്ടണിൽ അധികം കാണത്തില്ല, കാരണം ഇവിടെ പൊള്യൂഷൻ അധികം ആയതുകൊണ്ട്. എന്നാൽ കുറച്ച് നോർത്തിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ വെർലിംഗ്ടണോ അല്ലെങ്കിൽ കേംബ്രിഡ്ജോ ഹല്ലേലൂയ കാലഡനോ അല്ലെങ്കിൽ കുറച്ചുകൂടി നോർത്തിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് യു ലുക്ക് അറ്റ് ദ സ്കൈ. ഹല്ലേലൂയ. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഇസ് എ ക്ലിയർ സ്കൈ. യു സീ ദ സെക്കൻഡ് ഹെവൻ. ഹല്ലേലൂയ. നക്ഷത്രങ്ങൾ, ഹല്ലേലൂയ, നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ആകാശത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്ര മനോഹരമായിട്ടാണ് ദൈവം ആകാശത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്, നക്ഷത്രജാലങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വലുതും ചെറുതുമായിട്ടുള്ള ആയിരക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഹെവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പോയിട്ട് ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, ഹല്ലേലൂയ, നീൽ ആംസ്ട്രോങ് ആണെന്ന് തോന്നല്ലേ, പ്രൈസ് ദി ലോർഡ്, അവിടെ വന്ന് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ അവിടെ ദൈവത്തെ കണ്ടില്ല. Praise the Lord. You cannot see God there because God is in the third heaven. അവിടെ എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വരെയൊക്കെ പോകാം. പ്രൈസ് ദി ലോർഡ്. ഹെലികോപ്റ്ററിലൊക്കെ പോകാം. അല്ലെങ്കിൽ 2-ാമത്തെ സ്വർഗത്തിൽ വേണമെങ്കിൽ ഏതെങ്കിലും റോക്കറ്റ് വഴിയൊക്കെ പ്രൈസ് ദി ലോർഡ് നമുക്ക് പോയിട്ട് ഒരു പക്ഷെങ്കിൽ ഗാലക്സിയുടെ അടുത്ത് വരെയൊക്കെയോ അല്ലെങ്കിൽ പോയിട്ട് നമുക്ക് വരാമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ
So the first heaven you can see during daytime. The second heaven you can see at night. But the third heaven you will see by faith. Hallelujah. മൂന്നാമത്തെ സ്വർഗം നമ്മൾ കാണണമെങ്കിൽ എന്ത് വേണം? വിശ്വാസത്താലേ കാണാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ പലരും ഈ മൂന്നാമത്തെ സ്വർഗത്തിന് വേണ്ടി കാത്തിരുന്നതാണ്. ഇവിടെ വായിച്ചാട്ടെ, ഭാഗം ഒന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. ഇവിടെ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, 2 കൊരിന്ത്യർ 12:2-4. ആമേൻ. പ്രൈസ് ഇവിടെ പറയാണ്, പൗലോസ് പറയാണ്, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് എന്നത് പറയുവാൻ പോലുമുള്ള ഹല്ലേലൂയ യോഗ്യതയായിട്ട് താൻ പറയുന്നില്ല. ഒരു മനുഷ്യനെ അറിയുന്നു. ഐ നോ സംബഡി ഹു ഈസ് ഇൻ ക്രൈസ്റ്റ് ഹു വാസ് ടേക്കൺ ഇൻടു ദ തേർഡ് ഹെവൻ. മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഈ ശരീരത്തിലിരിക്കുമ്പോൾ മൂന്നാം സ്വർഗ്ഗത്തിൽ എടുക്കപ്പെടാമോ എനിക്കറിയത്തില്ല. പൗലോസിൻ്റെ ജീവിതത്തിൽ ബൈബിളിൽ ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ചെയ്തു. എന്തിനാണെന്നറിയാമോ? നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ. പൗലോസ് പറയുകയാണ്, ഈ മനുഷ്യനെ ഞാൻ അറിയുന്നു. തന്നെ പറ്റിയാണ് പറയുന്നത്. ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ ഒന്നും ഞാൻ അറിയുന്നില്ല. പക്ഷെ തനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ താൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത്. അവിടെ ചെന്നിട്ട് താൻ പറയുക, എന്താ പറയുന്നത്? പാസ്റ്ററെ, മനുഷ്യൻ ഉച്ചരിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ വാക്കുകൾ കൊതുക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ താൻ സ്വർഗത്തിൽ കണ്ടതായിട്ട് താൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞൊരു കാര്യം, ഹെവൻ എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കുള്ള സ്ഥലമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമായിട്ട് ഒരു സ്ഥലമുണ്ട്. രണ്ടാമതായിട്ട് പെട്ടെന്ന് വാക്യങ്ങൾ വായിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ, ഒരു വിശ്വാസി മരിക്കുമ്പോൾ, ഹല്ലേലൂയ, അടുത്ത നിമിഷം, ഹല്ലേലൂയ, ആബ്സെന്റ് ഫ്രം ദ ബോഡി present in the Lord. Hallelujah. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ, നമ്മുടെ കണ്ണിമയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ, ഹല്ലേലൂയ, ആ മനുഷ്യൻ്റെ ആത്മാവ് ദൈവസന്നിധിയിൽ സ്വർഗരാജ്യത്തിലേക്ക് പോകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളും സ്വർഗവുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർക്കുന്ന വീടിനേക്കാൾ അടുത്താണ്. അവർക്ക് മനസ്സിലായി? നമ്മുടെ സ്വന്തം ഭവനമുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, ആ ഭവനത്തേക്കാൾ അടുപ്പമാണ് നമ്മൾ സ്വർഗവുമായിട്ടുള്ള അടുപ്പം. കാര്യം എന്നറിയാമോ? ഹല്ലേലൂയ, നമ്മൾ മരിക്കുന്ന നിമിഷം, ഹല്ലേലൂയ, അടുത്ത നിമിഷം, ഹല്ലേലൂയ, ഇവിടെയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നെക്സ്റ്റ് മൊമെന്റ് വി ആർ ഇൻ ഹെവൻ വിത്ത് ദി ലോർഡ്. പൗലോസ് പറയാണ്, ഹല്ലേലൂയ, പലരും പഠിപ്പിക്കുന്നുണ്ട്, ഹല്ലേലൂയ, സമുദായ സഭകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഹല്ലേലൂയ, മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ 40 ദിവസം ഈ ഭൂമിയിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കും. പ്രൈസ് ദി ലോർഡ്. 40ാമത്തെ ദിവസമാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. കാര്യം കർത്താവ് 40 ദിവസം എവിടെ ഉണ്ടായിരുന്നു? ഭൂമി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് ഭൂമിയിൽ ആ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ഈ പുള്ളി പഠിച്ചിട്ട് എന്നെ എടുക്കാനാ, ഇവിടെ 40 കറങ്ങിയിട്ട് തന്നെ എടുക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ വെച്ച്, തൻ്റെ ശിഷ്യന്മാരുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, മരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം പോകേണ്ട സ്ഥലത്ത് ആൾ അന്നേരം പോയി. എത്ര കൂദാശ നടത്തിയാലും എത്ര എണ്ണ ഒഴിച്ചാലും, ഹല്ലേലൂയ, ഒരു പ്രയോജനമില്ല. പ്രൈസ് ദി ലോർഡ്. ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിൽ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രതിഫലം ലഭിക്കേണ്ടതിന് നാം എല്ലാവരും ഒരു ദിവസം യേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണമെന്ന് തിരുവചനം പറയുമ്പോൾ, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്നത് whether we are going to heaven or we are going to hell. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ഞാനും നീയും, അവൻ്റെ തങ്കച്ചോരയാൽ വിലയ്ക്ക് വാങ്ങിയ ഞാനും നീയും, അവൻ്റെ കൽപ്പനയാകുന്ന സ്നാനം ഏറ്റ ഞാനും നീയും, അവൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ഞാനും നീയും, നിന്റെ ശരീരത്തിൽ നിന്നും നിന്റെ ആത്മാവ് വേർപെടുമ്പോൾ അത് കറങ്ങി നടക്കുകയല്ല, അത് അടുത്ത നിമിഷം യേശുവിൻ്റെ സന്നിധിയിൽ ചെല്ലുകയാണ്. യേശു തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട, തൻ്റെ വലത്തുഭാഗത്തോ ഇടതുഭാഗത്തോ നമ്മൾ അറിയുന്നില്ല, തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട ആ കള്ളനോട് പറയാണ്, ഇന്ന് ടുഡേ യു ഷാൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. നീ എന്നോട്
അവനോട് കൂടെ പരദീസയിലായിരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്തെഫാനോസ് ഉയരത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ, തൻ്റെ വേദന എടുക്കുന്ന ശരീരം, ഹല്ലേലൂയ, തൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ശരീരം, കല്ലെറിഞ്ഞ് രക്തം വാരുന്ന ശരീരം, താൻ സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. അവൻ ഉയരത്തിലേക്ക് നോക്കുകയാണ്. അവൻ കാണുകയാണ് സ്വർഗം തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്വർഗം തുറന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഒരു ഭക്തൻ മരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഭക്ത മരിക്കുമ്പോൾ ഉണ്ടല്ലോ, സ്വർഗം തുറക്കുകയാണ്. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ, നാച്ചുറൽ ലോകത്തിൽ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ, അൺനാച്ചുറൽ ലോകത്തിൽ, അല്ല സൂപ്പർ നാച്ചുറൽ ലോകത്തിൽ സ്വർഗം തുറക്കുകയാണ്. ആ മനുഷ്യൻ്റെ ആത്മാവ് ആ ദൈവസന്നിധി ചെല്ലുകയാണ്. ഹല്ലേലൂയ, ഓ പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇൻ ഹെവൻ, ഹല്ലേലൂയ, 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 the believer goes to the Lord, hallelujah, in a twinkling of an eye. ഹല്ലേലൂയ, കണ്ണമിക്കുന്നതിന് മുമ്പിൽ ഹല്ലേലൂയ എന്ത് പറ്റുകയാണ്? മരിച്ചവരുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ ചെല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട്, heaven is a place of reunion. ഹല്ലേലൂയ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ is a place of reunion. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഈ ലോകം വിട്ട് കടന്നു പോയിട്ടുണ്ട്. അവരെല്ലാം കാണാൻ പോകുന്നൊരു ദിവസമാണ് ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിൽ, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ. നമ്മൾക്ക് മുമ്പായിട്ട് കടന്നുപോയ വിശുദ്ധന്മാരുണ്ട്. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലാണ്, അവർ സ്വർഗത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അവരെ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. We will recognize them. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇന്നും ഡോക്ടർമാരൊക്കെ ഹല്ലേലൂയ തലപുകഞ്ഞ് ആലോചിക്കുക അത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് പലപ്പോഴും പല കാര്യങ്ങളും അറിയത്തില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ബ്രെയിൻ എത്ര മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ദൈവസഭയിലേക്ക് കടന്നു വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, എനിക്കൊന്ന് റിച്ച്മണ്ട് ഹില്ലാന്ന് തോന്നുന്നു, ആദ്യം വന്നപ്പോൾ ഞാൻ സാമ്പ്രദനെ, അദ്ദേഹത്തിൻ്റെ പേരങ്ങ് പറയാൻ കുഴപ്പമില്ലല്ലോ, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടു, അദ്ദേഹത്തെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹത്തെ കണ്ട നിമിഷം സാമ്പത് എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ എൻ്റെ കണ്ണെടുത്തു. ഒരു ഫോട്ടോ എടുത്തു അദ്ദേഹത്തിൻ്റെ പിക്ചർ. അതെൻ്റെ ബ്രെയിനിലെ ഏതോ ഒരു ഭാഗത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. സാമിന് വേണ്ടി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അന്നേരം അദ്ദേഹത്തിൻ്റെ പിക്ചർ നേരെ അങ്ങ് അപ്ലോഡ് ചെയ്തു അങ്ങോട്ട്. നിങ്ങളൊരു കമ്പ്യൂട്ടറുകാരാണ് അങ്ങനെ അങ്ങ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ പിക്ചർ അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തു. വർഷങ്ങളായി ഇപ്പം കേട്ടോ. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ പേര്? എൻ്റെ പേര് സാം. ഹല്ലേലൂയ. അപ്പോൾ ആ ഫയലിൻ്റെ പേരങ്ങ് മാറ്റി, സാം ബ്രദർ ഫയൽ. പ്രൈസ് ദി ലോർഡ്. ഫയൽ അങ്ങ് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഹല്ലേലൂയ, ഇവിടെ ആരൊക്കെയുണ്ട്? പറഞ്ഞു, റെനി എൻ്റെ ഭാര്യയാണ്. അപ്പം ഹല്ലേലൂയ ഉടനെ അടുത്ത ഇൻഫർമേഷൻ ആഡ് ചെയ്തു. തോമസ് അങ്കിളിൻ്റെ ഹല്ലേലൂയ ഫാദർ ലോയാണ്. അമോളി ആൻറ്റി ഹല്ലേലൂയ നാട്ടിൽ പപ്പ പാസ്റ്ററാണ്. സിസ്റ്റർ ഗ്രേസ് സിസ്റ്ററാണ്. അദ്ദേഹം നമ്മുടെ ജിജി ബ്രദർ അളിയനാണ്. ഈ ഇൻഫർമേഷൻ എല്ലാം എന്ത് ചെയ്തു? ഹല്ലേലൂയ ന്യൂ മാർക്കറ്റിലാണ് താമസിക്കുന്നത്. അന്ന് അദ്ദേഹം ബാരിയിൽ താമസിക്കും. ഇതെല്ലാം ഇൻഫർമേഷൻ എല്ലാം അങ്ങോട്ട് ലോഡ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു പോയി. അടുത്ത സൺഡേ ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഞാൻ അദ്ദേഹത്തെ എന്താണെന്ന് വീണ്ടും ചോദിക്കുക, പേരെന്താന്ന് ചോദിക്കുമോ? അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, സാം ബ്രദർ എന്തുണ്ട് വിശേഷം? എന്തുകൊണ്ട് ബാരി വിശേഷം? ഹല്ലേലൂയ. കാര്യം എന്നറിയാമോ? അദ്ദേഹം എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്നപ്പോൾ എൻ്റെ കണ്ണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തു. ബ്രെയിനിലുള്ള അനേക ലക്ഷക്കണക്കിന് പിക്ചേഴ്സുമായിട്ട് ഒരു സെക്കൻഡിനുള്ളിൽ അത് കമ്പയർ ചെയ്തു. ഹല്ലേലൂയ. കമ്പയർ ചെയ്തിട്ട് ആ സാമിൻ്റെ ഫയൽ എൻ്റെ ബ്രെയിൻ കണ്ടുപിടിച്ചിട്ട് ആ ഫയൽ ഹല്ലേലൂയ റോമിൽ നിന്ന് റാമിലോട്ട് വന്നല്ലേ. ഹല്ലേലൂയ. റീഡ് ഓൺലി മെമ്മറിയിലോട്ട് വന്നു. പ്രൈസ് അവിടെ വന്നിട്ട് ഹല്ലേലൂയ പെട്ടെന്ന് ഇൻഫർമേഷൻ പറയാണ്, എൻ്റെ തലച്ചോറിൽ എന്തൊക്കെയൊക്കെ നടക്കുന്നു. പെട്ടെന്ന് ആ തലച്ചോറ് എൻ്റെ നാവിലെ എന്തോ ഒരു കറണ്ട് അയക്കുന്നു, വോക്കൽ കോഡിലേക്ക് എന്തോ കറണ്ട് അയക്കുന്നു. പടപടപടാ ഞാൻ എന്തോ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പറയുന്നത് എന്തോ? പ്രൈസ് ദി ലോർഡ് സാം ബ്രദർ. ഹല്ലേലൂയ. എങ്ങനെ മനസ്സിലായി? ഐ റെക്കഗ്നൈസ് ഹിം ബൈ ദ മെമ്മറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇത് വെച്ചോണ്ട് നടക്കുക, പക്ഷേങ്കിൽ തല മുടിയില്ലെന്നേ ഉള്ളൂ, അകത്ത് കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ പലരും ഉച്ചക്കത്തെ ഫുഡിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്തൊക്കെയോ കാര്യങ്ങൾ നാട്ടിൽ പോയവരുണ്ട് ഇവിടെ ഇരുന്നവർ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെയൊക്കെ പോയിട്ടുണ്ടെന്നറിയാമോ? ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ബ്രെയിനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ ബ്രെയിനാണ് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം, ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുമ്പോൾ
ഹല്ലേലൂയ. ഇന്നുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി അല്ല അന്ന്. പ്രൈസ് ദി ലോർഡ്. അന്ന് നമുക്ക് ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ അബ്രഹാം ഇരിക്കുന്നു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇസ്ഹാക്ക് ഇരിക്കുന്നു. ഹല്ലേലൂയ. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച് ദാവീദ് ദൈവത്തെ ആരാധിക്കുന്നു. പൗലോസ്, ലേഖനങ്ങൾ എഴുതിയ പൗലോസ് അവിടെ ഇരിക്കുകയാണ്. യോഹന്നാൻ, യേശുവിൻ്റെ മാറോട് ചേർന്ന് കിടന്ന യോഹന്നാൻ അവിടെ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാം തലകിഴ ക്രൂശിച്ച മതി എന്ന് പറഞ്ഞ പത്രോസ് അവിടെ ഇരിക്കുകയാണ്. ഇവരെല്ലാം കാണുമ്പോൾ we are going to recognize them. Hallelujah. ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് സമയത്തിൽ പെട്ടെന്ന് വായിക്കുകയാണ്. സോ ദ ഹെവൻ ഈസ് ദ പ്ലേസ് ഫോർ ദ റീയൂണിയൻ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും റീയൂണിയൻ വലിയ ഇഷ്ടമാണ്. നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെല്ലാം വന്ന് നമ്മൾ ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ റീയൂണിയൻ. അല്ലെങ്കിൽ നാളുകളായി നമ്മുടെ പ്രിയപ്പെട്ടവരെ കണ്ടിട്ട്, ഹല്ലേലൂയ, ഞാനും ചിലരെ നോക്കിയിരിക്കുകയാണ്. ഐ എം ഗോയിങ് ടു സീ സർട്ടൻ പീപ്പിൾ ദേർ. നിങ്ങൾ കാണാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരെയാണ് കാണാൻ പോകേണ്ടത്? നമ്മുടെ ഹല്ലേലൂയ മാറിപ്പോയ, ഈ ലോകം വിട്ട് കടന്നുപോയ നമ്മുടെ കൂട്ടങ്ങളെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ അവിടെ പോയി കാണാനായിട്ട് പോവുകയാണ്. വി ആർ ഗോയിങ് ടു റെക്കഗ്നൈസ് ദം. ഹല്ലേലൂയ. രൂപാന്തരപ്പെട്ട ശരീരത്തിനെയും മനസ്സിലാക്കുവാനുള്ള കഴിവ് ദൈവം നമുക്ക് എന്തായാലും തരും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ പത്രോസിനെയും യോഹന്നാനെയും എല്ലാം വിളിച്ചുകൊണ്ട് കർത്താവ് അവിടെ പോയി, മറുരൂപ മലയിൽ പോയി. പ്രൈസ് ദി ലോർഡ്. പത്രോസ് വെറും മീൻപിടുത്തക്കാരൻ, നമുക്കറിയാം. ഗലീല കടൽ മീൻ പിടിച്ചു നടന്നവനാണ്. യോഹന്നാൻ പ്രായത്തിൽ വളരെ കുറഞ്ഞൊരു ശിഷ്യനാണ്, വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ബൈബിളൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല, മീൻപിടുത്തക്കാരാണ്. ഹല്ലേലൂയ. എന്നാൽ അവരെ ഹല്ലേലൂയ ആ മറുരൂപമലയിൽ, ദ മൗണ്ടൻ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, അവിടെ പോയിട്ട് ഹല്ലേലൂയ യേശു രൂപാന്തരപ്പെട്ടു. ലോകത്തിലെ ഒരു അലക്കുകാരത്തിനും ഹല്ലേലൂയ ക്ലീൻ ആക്കാൻ കഴിയാത്തതുപോലെ ഏറ്റവും വെണ്മയായി തൻ്റെ വസ്ത്രം മാറി. ആ സമയത്ത് മോശയും ഏലിയാവും അവിടെ കടന്നു വരികയാണ്. ഹല്ലേലൂയ. മോശയും ഏലിയാവും ഉടനെ പത്രോസിൻ്റെ അടുത്ത്, പത്രോസേ, നൈസ് ടു മീറ്റ് യു, ഐ ആം പീറ്റർ, ഐ ആം മോസസ് എന്നൊന്നും പറഞ്ഞില്ല. അവരെ കണ്ടപ്പോൾ തന്നെ ആർക്ക് മനസ്സിലായി? പത്രോസിന് മനസ്സിലായി, ഇതാരാണ്? ഈ പ്രവാചകന്മാരാണ്. അതാണ് പ്രിയമുള്ളവരെ, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതുപോലെ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതുപോലാണ്. ആരും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അവിടെ പോയിട്ട് വീട്ടിലെ അഡ്രസ്സൊന്നും നോക്കി അല്ലെങ്കിൽ ആരൊക്കെ എവിടെയൊക്കെ താമസിക്കുന്നതെന്ന് നോക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഓട്ടോമാറ്റിക്കലി വി വിൽ നോ ഹൂ ആർ ദിസ് പീപ്പിൾ. പ്രൈസ് ദി ലോർഡ്. ദൈവം അതിനുള്ള കൃപ നമുക്ക് തരും, ദൈവം അതിനുള്ള കഴിവ് നമുക്ക് തരും. സോ ഹല്ലേലൂയ, ദിസ് ഈസ് എ ടൈം ഓഫ് ഫാമിലി റിയൂണിയൻ. ദിസ് ഈസ് എ ടൈം ഓഫ് റിയൂണിയൻ ഓഫ് ദി ബിലീവേഴ്സ്. അതുകൊണ്ട് ദൈവസഭയിൽ കടന്നു വരുന്നവർ, ഹല്ലേലൂയ, വെദർ യു ലൈക്ക് ഇറ്റ്, യു ലൈക്ക് മീ ഓർ നോട്ട്, you're going to spend eternity with me anyway. Praise the Lord. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും hallelujah, we are going to stay in one place on a better like. Praise the Lord. അതുകൊണ്ട് hallelujah, നമ്മൾ ആരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയുന്നത്, ദൈവമക്കളാണെങ്കിൽ, യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരാണെങ്കിൽ നമ്മളെല്ലാവരും നിത്യതയോളം പാർക്കേണ്ടവരാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി ചെയ്യുന്നവർ പലരും അവിടെ കാണത്തില്ല, പക്ഷേ ദൈവസഭയിലുള്ളവരവിടെ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ബന്ധം, ഒരിക്കൽ ഒരു ദേവദാസൻ ഇങ്ങനെ പാടി, ഹല്ലേലൂയ, മകൾ സ്നേഹം പരലോക പിതാവിന് ഹല്ലേലൂയ നമുക്ക് തരുവാൻ തന്ന മകൾ സ്നേഹത്തെ പറ്റി അദ്ദേഹം പാടിയുണ്ട്. ഒരിക്കലും വിട്ടുപിരിയാത്ത സ്നേഹം, ഒരിക്കലും മാറിപ്പോകാത്ത സ്നേഹം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, ദൈവസഭയ്ക്കുള്ളിൽ നിനക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മയ്ക്ക്, നിന്റെ ദൈവസഭയ്ക്കുള്ളിൽ നിനക്ക് തന്നിരിക്കുന്ന ആ ഫെലോഷിപ്പിലുള്ളവർ നിന്റെ കൂടെ നിത്യത വാഴുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എത്ര സന്തോഷമുണ്ടെന്ന് പകൽക്കാലം. ദൈവത്തിൻ്റെ ദാസന്മാർ പലരും ഈ ലോകം വിട്ട് കടന്നുപോയപ്പോൾ ഹല്ലേലൂയ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്നാമത് അബ്രഹാം, ഹല്ലേലൂയ, ജനസിസ് 25:8, ഉൽപ്പത്തി പുസ്തകം 25:8 നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാം മരിക്കാനുള്ള കാലമായപ്പോൾ, 175 വയസ്സുള്ളപ്പോൾ താൻ മരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. താൻ മരിക്കാൻ പോയ സമയത്ത് പറയാണ്, താൻ മരിച്ച് he gathered to his people. ഹല്ലേലൂയ. ഐസക്ക് മരിച്ചപ്പോഴും ഇസ്ഹാക്ക് മരിച്ചപ്പോഴും സംഭവിച്ചു, യാക്കോബ് മരിച്ചപ്പോഴും സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. They all, hallelujah, gathered to their own people. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ പോകുന്ന സമയത്ത് വലിയ ഒരു റീയൂണിയനാണ്, ഒരു സെലിബ്രേഷൻ. ആലോചിച്ച് നോക്കിയാട്ടെ, വർഷങ്ങളായിട്ട് നമ്മൾ കാണാത്തവരെ അവിടെ ചെന്ന് കാണുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, എത്രമാത്രം സന്തോഷമോടെ ഉണ്ടാകാൻ പോകുന്നത്. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8:11 വാക്യം. മാത്യു ചാപ്റ്റർ 8:11. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാണ്,
എന്നിട്ട് വായിച്ച സംഭവം കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. കർത്താവരെ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്നു. വടക്കും തെക്കും ആൾക്കാരില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ അറിവിനായി പറയാണ്, ഇൻ കേസ് ഇഫ് യു ഡോണ്ട് നോ. ഹല്ലേലൂയ. ഈ യഹൂദന്മാർ ഉപയോഗിക്കുന്ന ഒരു ടേം അത്, ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് വെസ്റ്റാണ്. അല്ല, ഈസ്റ്റ് വെസ്റ്റ് കണ്ടിന്യൂ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. മറ്റേത് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. ഈസ്റ്റും വെസ്റ്റും നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അത് അൺലിമിറ്റഡ് ആയിട്ട് കിടക്കുക. അവിടെ കർത്താവ് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, എന്താ പറയുന്നതെന്ന് വെച്ചാൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും എന്ന് പറഞ്ഞാൽ എത്ര അകലെ പോയാലും, എത്ര പാപത്തിൽ ജീവിച്ചാലും, ഹല്ലേലൂയ, എത്ര ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും, ഹല്ലേലൂയ, ഭൂമിക്ക് മീതെ, ഹല്ലേലൂയ, ആകാശത്തിലും ഈ ഭൂമിക്ക് മീതെ, ഹല്ലേലൂയ, എത്ര അകന്നു പോയാലും, എത്ര അകന്നു പോയവരെയും ഹല്ലേലൂയ എന്ത് പറ്റുകയാണ്? സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. എങ്ങനെ ഇരിക്കുന്നത്? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിനും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിലിരിക്കും. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എന്തുണ്ട്? ഹല്ലേലൂയ, വലിയ ഫീസ്റ്റ് ഉണ്ട്, പന്തിയിലിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അർത്ഥം ഹല്ലേലൂയ നമുക്കറിയത്തില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ അവിടുത്തെ ഫീസ്റ്റ് എന്തോ ആണെന്ന്. പ്രൈസ് ദി ലോർഡ്. മേ ബി ഇറ്റ്സ് എ റിയൽ ഫുഡ്, വി ഡോണ്ട് നോ. ഹല്ലേലൂയ. മേ ബി സ്പിരിച്വൽ ഫുഡ്, നമുക്കറിയത്തില്ല. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് പന്തിയിലിരിക്കുന്ന എഴുതിയിരിക്കും. നമുക്ക് ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കേണ്ട വിഷയം. അല്ല, ഈ ലോകത്തിൽ എന്തെങ്കിലും അത് കിട്ടി ഇത് കിട്ടി ഇതൊന്നും ആയിരിക്കില്ല നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കൾ വലിയ കാര്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ലോകത്തിലെ നഷ്ടപ്പെട്ടു പോകുന്ന എന്തൊക്കെ കാര്യങ്ങളെ കാണി. ഇതെല്ലാം കുറച്ച് നാളത്തേക്ക് ഉള്ളെന്നേ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മുമ്പേ പ്രിയ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ദിവസം ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇബ്രാഹിം റൈസി മരിച്ചു. അടുത്ത സുപ്രീം ലീഡർ ഇറാൻ്റെ. അദ്ദേഹം ഹെലികോപ്റ്റർ കയറുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം അതിൻ്റെ കൂടെയുള്ളവരും പറഞ്ഞ കാര്യമുണ്ട്, ഇസ്രായേലിൻ്റെ കഷ്ടകാലം വരുന്നു, സയനിസ്റ്റ് റെജിം ഈസ് ഗോയിങ് ടു സഫർ എന്ന് പറഞ്ഞിട്ടാണ് ഹെലികോപ്റ്റർ കയറിയത്. അത് പറഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ ശവശരീരങ്ങൾ പോലും കിട്ടാതെ കരിഞ്ഞ് ചാമ്പലായി പോയി. അവിടെ കിടന്ന് കുറേ എല്ലാം കൂടെ കുട്ടിക്കെട്ടി ശവമാണെന്ന് പറഞ്ഞുകൊണ്ട് അടക്കി. ഞാൻ പറയട്ടെ, ആരോടാ വെല്ലുവിളിക്കുന്നേ? നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തോടാണ് വെല്ലുവിളിക്കുന്നേ. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്നും ഇസ്രായേലിൻ്റെ പേര് മാറ്റിക്കളയും. വി വിൽ വൈപ്പ് ഓഫ് ദ ഇസ്രായേൽ ഫ്രം ദ ലാൻഡ് എന്ന് പറഞ്ഞവൻ്റെ ഹല്ലേലൂയ, അവൻ്റെ ശരീരം പോലും ഹല്ലേലൂയ കത്തിച്ചാമ്പലാക്കുന്ന ദൈവപ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയൊക്കെ വിശ്വസിക്കാൻ പറ്റും? ദൈവത്തിൻ്റെ പൈതലേ, നീ ആരാണ്? ഹല്ലേലൂയ. നീ യഹൂദനല്ല, അല്ലായിരിക്കാം. പക്ഷേ ബൈബിൾ പറയാണ്, അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവിനെ തന്ന കർത്താവ് നിന്നെയും ആ ജാതിയോട് ചേർത്തതാണ്. ആ ജാതിക്ക് എന്തൊക്കെ ഹല്ലേലൂയ അവൻ എന്തൊക്കെ നന്മകളുണ്ടോ അതെല്ലാം അബ്രഹാമിലൂടെ, യേശുവിലൂടെ നിനക്ക് വിശ്വാസത്താൽ ലഭിച്ചെന്ന് ഇന്ന് പേർക്ക് എത്ര വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. അതുകൊണ്ട് ആർ യു റെഡി ഫോർ ഹെവൻ? ഇന്ന് പകൽക്കാലം അല്ല, heaven is the real place. Hallelujah. Heaven is the real place. Hallelujah. You are going there. Hallelujah. And I am going there. Hallelujah. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്വർഗ്ഗത്തിലേക്കുള്ള യാത്ര, നമ്മുടെ യാത്ര. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ രാജ്യത്തെ നോക്കി നമുക്ക് ഓടാം. എന്നാൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മുടെ നിത്യത ലക്ഷ്യമാക്കി നമുക്ക് യാത്ര ചെയ്യാം. ഈ വചനങ്ങൾ അധികം നമ്മളെ സഹായിക്കട്ടെ. God bless you all.